യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മെയ് മാസം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണല്ലോ. എന്തുകൊണ്ടാണ് മെയ് മാസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വണക്കമാസമായിട്ട് ആചരിക്കുന്നു എന്നതേക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്തെന്നും നാം അറിയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. വിശുദ്ധനായ തോമസ് അക്വിനാസ് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന പ്രകാശഗോപുരം പോലെയാണ് ഈ ലോകമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ എന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുക. കാരണം പരിശുദ്ധ അമ്മ നമുക്ക് പ്രകാശം നൽകുന്ന ഒരു പ്രകാശ ഗോപുരമാണ്, ലൈറ്റ് ഹൗസ്. കപ്പൽ സഞ്ചാരികൾക്ക് വഴികാട്ടുവാൻ വേണ്ടിയിട്ട് കടലോരങ്ങളിൽ പലപ്പോഴും ലൈറ്റ് ഹൗസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശം കാണുന്ന ഭാഗം നോക്കിയാണ് കപ്പൽ സഞ്ചാരികൾ ദിശ കണ്ട് കരയ്ക്ക് അണയുന്നത്. പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഈ തീർത്ഥാടന യാത്രയിൽ നമുക്കോരോരുത്തർക്കും വഴികാട്ടിയും വഴിവിളക്കുമാണ് പരിശുദ്ധ അമ്മ. ആരാണ് അമ്മ എന്ന് ചോദിച്ചാൽ, ഓർത്തിരിക്കാനും കാത്തിരിക്കാനും ആരുമില്ലായിരിക്കുമ്പോൾ ഒന്നോർത്താൽ മതി, എപ്പോൾ വേണമെങ്കിലും ചേർത്ത് പിടിക്കാൻ നമുക്കൊരാളുണ്ട്, അതാണ് അമ്മ. ഓർത്തിരിക്കാനും കാത്തിരിക്കാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒന്നോർത്താൽ മതി, എപ്പോൾ ചെന്നാലും ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട്, അതാണ് അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ മെയ് മാസത്തെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു, അല്ലെങ്കിൽ ഈ അമ്മയെ വണങ്ങുന്നു, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് വണക്കമാസം ആചരിക്കുന്നു എന്നതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങളുമായി അല്പസമയം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുരാതന ഗ്രീസിലും റോമിലും വസന്തകാലത്തിൻ്റെ ഫലഭൂയിഷ്ഠതയുടെ ദേവതമാരായ ആൾട്ടനിസിനും ഫ്ലോറക്കിനുമായി മെയ് മാസം പ്രത്യേകമായി മാറ്റിവെച്ചിരുന്നു. അവിടുത്തെ ജനം പ്രത്യേകമായിട്ട് ഇത് സമൃദ്ധിയുടെ ദേവതമാരായിട്ട് പരിഗണിച്ചിരുന്നു. വസന്തകാലത്ത് അവർ കൃഷി ചെയ്യുമ്പോൾ ഈ ദേവതമാരിലൂടെ അവർക്ക് ധാരാളം ഫലസമൃദ്ധി ലഭിച്ചിരുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മെയ് മാസം ഈ ദേവതമാർക്ക് വേണ്ടി അവർ പ്രതിഷ്ഠിച്ചു. വലിയ വലിയ ആഘോഷങ്ങൾ അവർ നടത്തി. പിന്നീട് ഈ മെയ് മാസം അമ്മമാരെ പ്രത്യേകമായി സ്മരിക്കാൻ തുടങ്ങി. കാരണം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി കുഞ്ഞുങ്ങളെ ഊട്ടി വളർത്തുന്ന അമ്മ, അതുകൊണ്ട് അമ്മയുടെ മാസമായിട്ട് ഈ മെയ് മാസം അവർ ആഘോഷിക്കാൻ തുടങ്ങി. അപ്രകാരം ലോകത്തിൻ്റെ നാഥയായ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുവാനും അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാനും ഈ ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ മെയ് മാസം അമ്മയുടെ മാസമായതിനാൽ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി സ്മരിക്കാനും അമ്മയോട് ഒരു മാസക്കാലം പ്രാർത്ഥിക്കാനും അവർ തീരുമാനിക്കുകയാണ്. ഇത് പിന്നീട് പ്രാവർത്തികമാകുന്നത് റോമിലെ കോളേജിലെ ഈശോ സഭ വൈദികനായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ ലെറ്റോണിയ, അദ്ദേഹം തൻ്റെ കോളേജിലെ കുട്ടികൾ തിന്മയുടെ, അധാർമികതയുടെ, ലോക ജഡ താല്പര്യങ്ങളുടെ ജീവിതം നയിക്കുന്നു എന്ന് കണ്ടപ്പോൾ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ മുമ്പിലേക്ക് അവരെ ചേർത്ത് പിടിച്ചു. കാരണം പരിശുദ്ധ അമ്മ തിന്മയുടെ തല തകർത്തവളാണ്, സർപ്പത്തിൻ്റെ തല തകർത്തവളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും അധാർമികതയിലും ലോകത്തിൻ്റെ ജഡ താല്പര്യങ്ങൾ മുഴുകാതെ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ജീവിത വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകമായി ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് മെയ് മാസം എല്ലാ കോളേജുകളിലും, അതുപോലെ തന്നെ ലത്തീൻ സഭയും ആഗോള സഭയും മെയ് മാസം പരിശുദ്ധ അമ്മയുടെ മാസമായിട്ട് വണക്കം പ്രാർത്ഥന ചൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്തു. 1825 7-ാം പിയൂസ് പാപ്പ
പ്രത്യേകമായി മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസമായി പ്രഖ്യാപിച്ചു. അതിനാൽ എല്ലാവരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനും അതിലൂടെ നാരകീയ ശക്തിയായ പിശാചിൻ്റെ തലതകർത്ത അമ്മയെ പ്രത്യേകം വണങ്ങുവാനും പീയൂസ് പാപ്പ ആഹ്വാനം ചെയ്തു. 1945 12-ാം പീയൂസ് പാപ്പ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ മെയ് മാസത്തിൽ 31-ാം തീയതി ആഘോഷിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. അപ്രകാരം മെയ് മാസം പരിശുദ്ധ അമ്മയുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആചരിക്കുന്നത് കൊണ്ട് ആ ഒരു മാസവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്ത്യാദരവ് എല്ലാ മക്കളിലും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. തുടർന്ന് 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ പ്രഖ്യാപനത്തിൽ മാറ്റമുണ്ടായി. ഇപ്രകാരം ഓഗസ്റ്റ് മാസം 22-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആചരിക്കാൻ, അതായത് സ്വർഗ രാജ്ഞിയുടെ തിരുനാൾ ഓഗസ്റ്റ് മാസം 22-ാം തീയതി ആഘോഷിക്കുവാനും തുടർന്ന് മെയ് മാസം 31-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാളായിട്ട് ആചരിക്കുവാനും വത്തിക്കാൻ കൗൺസിൽ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെയാണ് മെയ് മാസം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ ദിനങ്ങളായിട്ട് സഭ ആചരിക്കാൻ തുടങ്ങിയത്. നമ്മളെ ലോകത്തിൻ്റെ ആസക്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ജഡത്തിൻ്റെ ദുരാശകളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകുവാൻ ശത്രുവിൻ്റെ തിന്മയുടെ തലതകർത്ത പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വണക്കത്തിൽ വളരുവാൻ സഭ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെയ് മാസം പ്രത്യേകമായി വസന്തകാലത്ത് അമ്മമാർ പ്രത്യേകമായിട്ട് റോമിലും അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളും ഓർക്കുന്ന ആ കാലഘട്ടത്തിൽ സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സവിധത്തിലിരുന്ന് ഈ ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, തിന്മയുടെ ആസക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് നന്മയുടെ പ്രതീകമാക്കി ഞങ്ങളെ മാറ്റണമേ. അപ്രകാരം ഞങ്ങൾ ശത്രുവിൻ്റെ തിന്മയുടെ സർപ്പത്തിൻ്റെ എല്ലാ കെണികളിൽ നിന്നും മോചനം പ്രാപിച്ച് നന്മയുടെ ഓരോ മക്കളായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.